പോരാ പോരാ ഞാൻ ചോദിക്കും എവിടെ ഓടുന്നത് ഇതെല്ലാം അത് അപ്ലോഡ് പറഞ്ഞേ ആണുങ്ങളിൽ ആണുങ്ങൾ 10 പേര് ലേഡീസ് പിന്നെ ഇങ്ങോട്ട് വരും സമയപ്പായി ആണുങ്ങൾക്ക് വന്നത്. പിന്നെ ഇത് മസ്റഅത്തു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലൊരു തോട്ടം. കാണാൻ ചെറുക്കൊന്നുമില്ല, കൊണ്ടടിച്ച് കിടക്കുകയാണ്. ഇതിനേക്കാളും നല്ല കാണാൻ ഭംഗിയുള്ള സൗന്ദര്യമുള്ള തോട്ടങ്ങൾ ഇഷ്ടംപോലുണ്ട് മദീനയിൽ. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്ത് വെളിവായ തോട്ടമാണ്. അതായത് അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് പഠിച്ച് ഇറാനിൽ നിന്ന് വന്ന ഒരു സഹാബിയാണ് സൽമാൻ ഫാരിസി തങ്ങൾ. ഇന്നിപ്പോൾ ഇറാനിൽ നിന്ന് മദീനത്തേക്ക് എത്താറുള്ള വലിയ സംഭവമൊന്നുമല്ല. ഫ്ലൈറ്റും വണ്ടിയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സൽമാൻ ഫാരിസി തങ്ങൾ ജനിച്ചു വീണ ആ ചുറ്റുപാട് വാപ്പ നല്ല സമ്പന്ന, വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷി കഴിവൊക്കെയുള്ള വീടാണ്. പക്ഷേ നേരം വെളുത്താൽ മുമ്പിൽ കാണുന്നത് വീട്ടിൻ്റെ മുമ്പിൽ നല്ലൊരു കൂട്ടുകാരുണ്ടാക്കും. എന്നിട്ട് വാപ്പയും കുടുംബമൊക്കെ ആ തീയിനെ ആരാധിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ തീ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്തെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, രാവിലെ കത്തിച്ച് വൈകുന്നേരത്ത് കൊണ്ടുപോകുന്ന ഈ തീയെ ഇതിനെ ആരാധിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മളെ സഹായിക്കാൻ കഴിയണം, സംരക്ഷിക്കാൻ കഴിയണം. അതെങ്ങനെ കഴിയുമോ? രാവിലെ കത്തിച്ച് വൈകുന്നേരത്ത് പെട്ടുപോണ തീയിനെങ്ങനെ മനുഷ്യനെ സംരക്ഷിക്കാനും ലോകത്തിനെ നിയന്ത്രിക്കാനും കഴിയുക എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് വരികയാണ്. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഇടയിൽ അന്നത്തെ വേദപണ്ഡിതന്മാർ, അതായത് ഈസാ നബിയുടെ കാലം മുതൽക്കുള്ള ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ച് പഠിച്ചു പോന്ന വേദപണ്ഡിതന്മാരിലൂടെ ഈ കാര്യം ഷെയർ ചെയ്യാണ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറയാണ്, തീയിലൊരിക്കലും മനുഷ്യനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയില്ല. രാവിലെ കത്തിച്ച് വൈകുന്നേരത്തിൽ തീ കെട്ടുപോകാണ്. ആ തീയിനെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയൂല എന്ന സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ നീണ്ട് പിന്നെ വേദപണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കാണ്, അപ്പോൾ ഈ ലോകത്തിന് നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിലവസാനത്തെ പ്രവാചകന് മക്കയിൽ വരും, മദീനയിലേക്ക് പലായനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ കുടുംബക്കാരൊക്കെ ഒറ്റപ്പെടുത്തും, ആക്രമിക്കും. അങ്ങനെ നാടും വീടൊക്കെ വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യും. ഇങ്ങനെ മുഹമ്മദ് നബിയെക്കുറിച്ച് ഈ വേദപണ്ഡിതന്മാരിലൂടെ അറിയാൻ കഴിഞ്ഞ സൽമാൻ ഫാരിസി തങ്ങളെ പഠനം നിർത്താൻ തീരുമാനിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നീണ്ടു എന്ന് മാത്രമല്ല, പ്രവാചകനെ കാണണം, അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടണം എന്ന ആഗ്രഹം മനസ്സിൽ കയറിക്കൂടി. അങ്ങനെ സൽമാൻ ഫാരിസി തങ്ങൾ വാപ്പാൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയ സമ്പാദ്യം, വാപ്പ വലിയ സമ്പന്നനാണ്, ആ സമ്പാദ്യവുമായിട്ട് സൽമാൻ ഫാരിസി തങ്ങളുടെ വീട് വിട്ടിറങ്ങി ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് പലായനം ചെയ്യുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ വേദപണ്ഡിതന്മാരെ കാണുമ്പോൾ ഈ വിവരം അദ്ദേഹത്തിൻ്റെ ഈ ആശയം, ഈ സംശയങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ഇറാഖിലെ മദീനൻ്റെ അതിർത്തിയിലെത്തി. പ്രവാചകനെ കുറിച്ച് കേട്ടു. ആ പ്രവാചകന് മക്കൻ്റെ ഭൂപ്രകൃതി മലകളാൽ നിറഞ്ഞൊരു നാട്, മദീനൻ്റെ ഭൂപ്രകൃതി ഈത്തപ്പനകളാൽ നിറഞ്ഞ നാട്. ഇങ്ങനെ എല്ലാം അറിയാണ്. അതിൽ പ്രധാനമായിട്ട് ആ പ്രവാചകൻ സക്കാത്ത് സ്വതക്ക മേടിക്കൂല, ഹദിയ ഗിഫ്റ്റ് കൊടുത്താൽ മേടിക്കും.
ആ പ്രവാചകൻ്റെ 2 ചുമലുകൾക്കിടയിൽ പ്രവാചകത്വത്തിൻ്റെ സീല് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നബിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ഇറാഖിൽ സൗദി അറേബ്യൻ്റെ അതിർത്തിയിൽ, അതായത് മദീനക്കാർ മക്കക്കാരൊക്കെ കച്ചവടത്തിന് ചെല്ലുന്ന കച്ചവടത്തിൻ്റെ ഹബ്ബ് കേന്ദ്ര ഭാഗത്തെത്തിപ്പെട്ടു. അങ്ങനെ മദീനക്കാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മുഴുവനും എടുത്തോളി, നിങ്ങളുടെ നാട്ടിൽ മദീനത്തിൽ തന്നെ എത്തിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ആ പ്രവാചകൻ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും കൊടുത്തേൽപ്പിച്ചു. അവർ ആ സമ്പാദ്യം മുഴുവനും മേടിച്ചിട്ട് ഇവിടെ കൂടുന്ന അടിമ മാർക്കറ്റിൽ വിറ്റു. പാവപ്പെട്ട സൽമാൻ ഫാരിസി തങ്ങൾ റളിയല്ലാഹു അൻഹു. അടിമയായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല, തിരിയാനും മറിയാനും ഒന്നും പറ്റില്ല. എന്താ മുതലാളി ഉടമ പറയണ അതിൻ്റെ അപ്പുറം നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ വന്നു അദ്ദേഹം ഈത്തപ്പനത്തോട്ടത്തിൽ ജോലിയാണ് കിട്ടി. അന്ന് തോട്ടം നനച്ചിരുന്ന കിണർ, അതാണ് നമ്മൾ കണ്ട ബിഹറു ഫഖീർ, ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ വെള്ളമാണ് ഇത് അവിടെ ചാടുന്നത്. 1000 കൊല്ലം 1000കണക്കിന് കൊല്ലം പഴക്കമുള്ള കിണറും വെള്ളമാണ്. ആ കിണറിൻ്റെ പ്രത്യേകത അടിവരെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരിക. പൈപ്പും ലൈനും കയറും കത്തിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ തോട്ടത്തിൽ ജോലി ചെയ്യാണ്. ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഈത്തപ്പഴം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളി താഴത്തുനിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. മക്കത്തുനിന്നൊരു സംഘം ഖുബാ പള്ളിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ നബിനെ കുറിച്ച് മോശമായ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുഹമ്മദ് നബി ഖുബാ പള്ളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പാത്രം ഈത്തപ്പഴമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഖുബാ പള്ളിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ വക സ്വതക്കയാണ്, നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ ഇത് നിങ്ങൾ സ്വീകരിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ അത് മേടിച്ചു. അതിന്ന് കഴിച്ചില്ല, നേരെ സഹാബത്തിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമെന്ന്, സ്വതക്ക കൊടുത്താൽ അദ്ദേഹം മേടിക്കില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോന്നു. വീണ്ടും തൊഴിൽ ജോലി ചെയ്യാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് ഒരു മയ്യത്ത് ഖബറടക്കുന്ന സ്ഥലത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ഇതേപോലെ ഒരു പാത്രം ഈത്തപ്പഴമായിട്ട് തന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഈത്തപ്പഴത്തിൻ്റെ പെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ വക ഗിഫ്റ്റാണ്, ഹദിയാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അത് ഈത്തപ്പഴം എടുത്തു, അത് ഭക്ഷിച്ചു. അപ്പോൾ എന്തും ബോധ്യപ്പെട്ടു, ഗിഫ്റ്റ് കൊടുത്താൽ മേടിക്കും. ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് കേട്ടതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവസാനം മുത്തുനബിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് പഠിച്ച് ഇറാനിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ എനിക്ക് ബോധ്യപ്പെടാനുണ്ട്. നിങ്ങളുടെ 2 ചുമലുകൾക്കിടയിൽ പ്രവാചകത്വത്തിൻ്റെ സീല് അള്ളാഹു വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണണം എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂല് ആ കുപ്പായ അയച്ചിട്ട് ആ സീല് കാണിച്ചു കൊടുത്തു. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുത്തുനബിനെ കൊണ്ട് വിശ്വസിക്കാണ്. ഇറാനിൽ ജനിച്ച ആള് അവിടുന്ന് മദീനയിലെത്തി അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ ഇവിടെ തോട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ തുടർന്നു. ഒരു ദിവസം റസൂലുള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് അടിമത്തത്തിൽ നിന്നൊരു മോചനം വേണം, അടിമത്തത്തിൽ നിന്ന് മോചനം വേണം, എനിക്കും നിങ്ങളുടെ കൂടെ സഹാബത്തിൻ്റെ കൂടെ ഒക്കെ നടക്കണം എന്ന ഒരു സന്തോഷം, ഒരു ആഗ്രഹം റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബോധിപ്പിക്കാൻ കഴിയില്ല. ഇനി ഒരുപാട് മുതലാളി എന്താവശ്യപ്പെട്ടത് അത് മുഴുവനും കൊടുക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനെ വിട്ടിട്ട് ആ ജൂതൻ തോട്ടത്തിൻ്റെ ഉടമയോട് സംസാരിക്കാൻ ഏൽപ്പിച്ചു. ജൂതനോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ സൽമാനെ മോചിപ്പിക്കണം, അതിനെന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 300 ഈത്തപ്പന തൈകൾ അതിനെ നട്ട് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക, 40 രൂപ സ്വർണ്ണം തരികയാണെങ്കിൽ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. ചരിത്രത്തിൻ്റെ പലതും പല രൂപത്തിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഏതായാലും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞത്. അങ്ങനെ 300 ഈത്തപ്പന തൈകൾ നടാനുള്ള സ്ഥലം അതൊരു പ്രശ്നമാണ്. പിന്നെ അന്നത്തെ പ്രധാന കൃഷിയാണ് ഈത്തപ്പന തൈകൾ. ആ തൈ കിട്ടുക, ഇനി മാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ സ്വഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് സൽമാനെ മോചിപ്പിക്കണം, നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു. 300 ഈത്തപ്പന തൈകൾ വേണം. അപ്പോൾ ഓരോരുത്തർ എൻ്റെ വക 5 തൈ, എൻ്റെ വക 10 തൈ, ഇപ്പോൾ പള്ളിത്തൂടൂക്ക് റബ്ബർ തൈയും തെങ്ങും തൈയും ഒക്കെ പിരിക്കുമല്ലോ എന്നതുപോലെ പിരിച്ചുണ്ടാക്കി 300 തൈകളും അത് നടാനുള്ള സ്ഥലവും കിട്ടിയപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ആ സ്ഥലത്ത് റസൂലുള്ളാഹിൻ്റെ കൈ കൊണ്ട് തന്നെ 299 തൈയും റസൂലുള്ളാഹിൻ്റെ കൈ കൊണ്ട് നട്ടു. ഒരു തയ്യ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ നട്ടത്, അല്ല സൽമാൻ ഫാരിസി തങ്ങളാ നട്ടത്, അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. ഏതായാലും 299 റസൂലുള്ളാഹിൻ്റെ കൈകൊണ്ട് ആ നട്ടതൊക്കെ നേരത്തെ വളരുകയും ചെയ്തു. നേരത്തെ അതിൻ്റെ സമയം എത്തുന്നതിൻ്റെ മുമ്പ് കായ്ക്കലും തുടങ്ങി. ആ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരാൻ കാരണമായ തോട്ടം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്ത് വെളിവായ തോട്ടം. പിന്നെ സൽമാൻ ഫാരിസി തങ്ങൾ റസൂലുള്ളാഹിൻ്റെ സ്വന്തം ആളായി. നമ്മൾ കാണാൻ പോണ ഖന്തക്ക് യുദ്ധം നടന്ന ഭാഗമുണ്ട്. ആ ഖന്തക്കിൽ ഇപ്പം നിലവിൽ 7 പള്ളികളാണ്, സബഉൽ മസാജിദ്. ഈ കടങ്ങ് കീറുക എന്നുള്ള ആശയം അള്ളാഹിൻ്റെ റസൂലിനോട് ആദ്യം പറഞ്ഞു കൊടുത്തത് സൽമാൻ ഫാരിസി തങ്ങളാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ മൂപ്പരിപ്പോൾ ഇറാനിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആളല്ലേ, ദീനിക്ക് പുതിയ വന്ന ആളല്ലേ, അതൊന്നും അവിടെ ചിന്തിച്ചില്ല. സൽമാൻ ഫാരിസി തങ്ങൾ പറഞ്ഞ ആശയം അത് പറ്റുമെന്ന് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ നടപ്പിലാക്കി. അതാണ് ഖന്തക്ക്, കടങ്ങ് കീറിയിട്ടുള്ള യുദ്ധം. അവിടെ ആദ്യം അള്ളാഹിൻ്റെ റസൂലിൻ്റെ യുദ്ധ സമയത്ത് ഉത്തരം കിട്ടിയ പള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ മസ്ജിദ് സൽമാൻ ഫാരിസ. അതിൻ്റെ ശേഷമാണ് മസ്ജിദ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, മസ്ജിദ് സയ്യിദുന ഉമർ ഫാറൂഖ്, മസ്ജിദ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, മസ്ജിദ് സയ്യിദത്ത് ബി ഫാത്തിമ. അതൊക്കെ അതിൻ്റെ ശേഷമാണ്. അതായത് സൽമാനും മിന്നി, സൽമാൻ എൻ്റെ ആളാ, സൽമാൻ എന്നിൽപ്പെട്ട എൻ്റെ സ്വന്താണ് എന്ന് മുത്ത് നബി പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ആ നാമധേയത്തിലുള്ള തോട്ടം, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച ആ ഇഷ്കിൻ്റെ, ആ സ്നേഹത്തിൻ്റെ ഒരു അണുമണി കൂട്ടമെങ്കിലും അല്ലാഹു നമ്മുടെ മനസ്സിൽ ഇട്ട് തരട്ടെ. ഉസ്താദ് പറയും ഇവിടെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ താടിക്കാർ വരൊക്കെ നിങ്ങളെ പ്രതീക്ഷിക്കാൻ, അത് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് വാക്ക് പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ 4 ഫോട്ടോ കിടക്കിടക്കിൽ എടുത്തോളി. ഇൻഷാ അല്ലാഹ് അടുത്ത കേന്ദ്രത്തേക്ക് നമുക്ക് പോകാം. സൈഡ് തന്നെയാണ്, ആരെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, സൈഡ് തന്നെയാണ് നമ്മൾ. അതന്നെ അതന്നെ അത് പഴയത് അന്വേഷിച്ച് പാടില്ല. हिंदी में नहीं बोलते हैं, हिंदी में वो बोलेगा, वो दूसरा है, उसको हिंदी नहीं आता है. किधर है मेरे साथ में फोटो खींचे, मेरे किधर है मेरे साथ में? वो पाकिस्तानी लगता है, मराई में काम करने वाला है, सेल्समैन है. बंगाली. अब हिंदी है, हिंदी. ये जम्मू कश्मीर है, ये श्रीलंका है. ഇതിന് 2 ഫോട്ടോ എടുക്കാൻ എടുത്തോളി. ഫോട്ടോ എടുക്കാൻ आप कंपनी में अंदर है ना? किधर? ट्रांसपोर्ट में, वर्कशॉप में, CPT प्लान में, वही इधर है ट्रांसपोर्ट में, वर्कशॉप में. नहीं, आपको ये देख के मैं क्यों हम लोग को मिलेगा, दूसरे को नहीं मिलेगा, इसलिए मेरा डाउट है, इसलिए मैंने पूछा. मैं ट्रांसपोर्ट में को बताया, थोड़ा सा हिंदी में भी बताया. आप ही बताया. मदीना में आया ना, एक काफिला का साथ में आया, तो वो एक उधर का काम है. रसूल सल्लल्लाहु अलैहि वसल्लम मदीना में आने तक ही रसूल सल्लल्लाहु अलैहि वसल्लम की मुलाकात नहीं देगा मुसलमान आए. मैस्ट्रियम होता है, सिविल टू ऑटोमेशन. मैंने आपको देखा हुआ था, मैं सोच रहा हूँ मैंने आपको किधर देखा. उधर से कैसे आया? नहीं, कंपनी से. मैं घर में रहता है, घर में रहता है. रसूल सल्लल्लाहु अलैहि वसल्लम ग्रामीण ये बुस्तान में आएगा. रसूल सल्लल्लाहु अलैहि वसल्लम का हाथ में ये खजूर इधर से नगरा में डाला. मेरा छोटा यूट्यूब चैनल है, इसमें डालने के लिए मैं वीडियो चला. ये 1 साल का उधर बैठ क्या करे. ज़्यादा मालूम नहीं है आप हकीकत सलमान नहीं बोला.
सलमान फारसी का नाम में एक हजूर का हजूर है एक हुआ इधर है सलमान फारसी का கொஞ்சம் வீடியோ பண்ணுங்க இந்த கூட എൻ്റെ இந்த हुआ का नाम है यूट्यूब पे रहेगा ये मजरा में पूरा अब वो है ഇത് ഞങ്ങളെ മുടിപ്പ് ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഫുൾ വീഡിയോ ആളാ യൂട്യൂബ് കാണാം ഉമ്രയിൽ നിന്ന് തുടങ്ങുന്നു उम्र തുടങ്ങും ये हमारा कश्मीरी भाई है और इसके साथ काम करने वाला श्रीलंका है हो गया एक सेकंड पोर्ट्रेट में ഇങ്ങനെ പോവാ ഫോട്ടോ എടുക്കാം എനിക്ക് ഫോട്ടോ എനിക്ക് ഫോട്ടോ ആവശ്യം എനിക്ക് ഇതിൽ നോക്കിയാൽ മതിയല്ലേ എൻ്റെ ചാനലിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാതാ എൻ്റെ ദിക്ക്